ലോകം സൃഷ്ടിച്ച ശക്തനാം ദൈവം കാലം പൂർത്തിയാം നേരത്തിലെന്നാൾ ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ രക്ഷയുടെ സുവിശേഷം അറിയിക്കാൻ വന്ന വചനമായ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ചുരുക്കം ചില വാക്കുകളിലൂടെ തൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വിശുദ്ധ ലൂക്ക അവതരിപ്പിക്കുന്നതാണ് ഇന്ന് നാം സുവിശേഷ വായനയിൽ ശ്രമിച്ചത്. സമൂഹത്തിനും ലോകത്തിനും മുന്നിൽ ചെറുതായവർക്ക് സദ്വാർത്ത കൊണ്ടുവരുന്ന ഒരു ക്രിസ്തുവിനെ, യഹൂദമതത്തിൻ്റെ മതിൽക്കെട്ടുകൾക്കപ്പുറത്തേക്ക് രക്ഷയുടെ വാതിലുകൾ തുറന്നിടുന്ന ദൈവപുത്രനെയാണ് സുവിശേഷം അവതരിപ്പിക്കുന്നത്. സാമ്പത്തികമായും സാമൂഹികമായും പാവപ്പെട്ടവരായി കണക്കാക്കപ്പെടുന്നവരോട്, സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരോട്, സഹനത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും വെറുക്കപ്പെടലിൻ്റെയും ഉപേക്ഷിക്കപ്പെടലിൻ്റെയും ഇരകളായവരോട് ക്രിസ്തു കാണിക്കുന്ന പ്രത്യേക പരിഗണന എന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതോടൊപ്പം യേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ചില പ്രത്യേകതകൾ കൂടി പ്രവാചക സ്വരത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം വിളിച്ചു പറയുന്നുണ്ട്. സീദോനിൽ സരപ്തയിലെ വിധവയുടെ അരികിലേക്ക് അയക്കപ്പെട്ട ഏലിയയുടെയും സിറിയക്കാരനായ നാമാനെ സൗഖ്യപ്പെടുത്തുന്ന ഏലീശായുടെയും ഒരേ വ്യക്തിത്വങ്ങളെ എടുത്തു കാട്ടുന്ന യേശു യഹൂദമതത്തിനപ്പുറത്തേക്ക് വിജാതീയരുടെയും മറ്റ് ജനതയുടെയും ഇടയിലേക്ക് കൂടി രക്ഷയുടെ സദ്വാർത്ത നൽകുവാനായാണ്, ലോകത്തിന് മുഴുവൻ രക്ഷകനായാണ് താൻ കടന്നു വന്നതെന്ന് ഇവിടെ വെളിപ്പെടുത്തുന്നു. ലോകത്തിന് മുഴുവൻ രക്ഷകനായാണ് താൻ കടന്നു വന്നതെന്ന് ഇവിടെ വെളിപ്പെടുത്തുന്നു.